ഇനി കുറച്ച് കുടുംബത്തെ ഒന്നുകൂടി വിശാലമാക്കി എടുത്താൽ അതിൽ ഞാൻ അമ്മായിമ്മ, അമ്മോശൻ, പിന്നെ ഭാര്യ, അല്ല പിന്നെ മരുമകള്, മരുമകൻ, ഭർത്താവിൻ്റെ ജ്യേഷ്ഠാനുജന്മാർ, ഭാര്യയുടെ ഏട്ടത്തി അനിയത്തിമാർ തുടങ്ങി കുറേ സാധനങ്ങൾ വരും. കുറേ വരും അതിൽ. ഈ സ്ത്രീകളുടെ മനസ്സിനൊരു പ്രത്യേകത ഉണ്ട്. സ്ത്രീകളുടെ മനസ്സ് പലപ്പോഴും മോഹമനസ്സാണ്. മോഹമനസ്സ് എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളുടെ മനസ്സാണ്. അതിന് രണ്ട് പ്രത്യേകത ഉണ്ടാകുക. ഒന്ന്, എല്ലാതും എനിക്ക് കിട്ടണം എന്നൊരാഗ്രഹം. രണ്ട്, എനിക്ക് കിട്ടാത്തതൊന്നും ആർക്കും കിട്ടരുത് എന്ന ആഗ്രഹവും. ഇത് രണ്ടും ഉണ്ടാവും. ഇവിടെയുള്ള പെണ്ണുങ്ങൾ എന്നല്ല ഞാൻ പറഞ്ഞത്, മൊത്തം പെണ്ണുങ്ങളുടെ മനസ്സിൻ്റെ ഒരു പ്രശ്നമാണ് മോഹ മനസ്സാണ് എന്നത്. രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, എല്ലാവരും എനിക്ക് കിട്ടേണ്ടതാണ്. രണ്ട്, ആദ്യത്തിന് അത്ര തന്നെ കുഴപ്പമില്ല, രണ്ടാമത്തെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. എനിക്ക് കിട്ടാത്തതൊന്നും ആർക്കും കിട്ടരുത്. ഞങ്ങളൊന്നും അന്ന് അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങളൊക്കെ അന്ന് എത്രയോ ഇടങ്ങേറായിട്ടാണ് ഇവിടെ വന്നിട്ട്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 45 കൊല്ലമായി. ആ 45 കൊല്ലം അതൊക്കെ ഞങ്ങളൊക്കെ എത്രയോ ഇടങ്ങേറായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എല്ലാവരും എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എനിക്ക് കിട്ടാത്തൊന്നും ഞാൻ ആർക്കും കിട്ടരുത് എന്നതാണ് മോഹമനസ്സ്. സ്ത്രീകളുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാ സ്നേഹവും എനിക്ക് കിട്ടണം എന്ന് തോന്നും. ഇമ്മയാണെങ്കിലും ശ്രദ്ധിക്കട്ടോ നിങ്ങൾ, ഇമ്മയാണെങ്കിലും ഒരു പെണ്ണാണല്ലോ. അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് മകൻ്റെ എല്ലാ സ്നേഹവും ഉമ്മാക്കാണ് കിട്ടിയിരുന്നത്. സ്നേഹം എന്ന് പറഞ്ഞ സാധനം വീതിക്കപ്പെടുന്ന സാധനമാണ്. നല്ലോണം മനസ്സിലാക്കണേ. സ്നേഹം വീതിക്കപ്പെടും. മനസ്സിലാവാനൊരു കാര്യം പറയാം. ഒരാൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നു, ഭാര്യനോട് നല്ല സ്നേഹിക്കാരം. ഒരു കുട്ടി ഉണ്ടായി, ഭാര്യയോട് അല്പം കുറയും. ആ കുറഞ്ഞത് ആരിലേക്ക് നീങ്ങും? കുട്ടിയിലേക്ക് നീങ്ങും. രണ്ടാമതൊരു കുട്ടിയും കൂടി ഉണ്ടായാൽ 2 കുട്ടികളോടായി സ്നേഹം. അപ്പോൾ സ്നേഹം വീണ്ടും വീതിച്ചിട്ടുണ്ട്. അപ്പൊ കല്യാണത്തിന് മുമ്പ് ഉമ്മക്ക് ലഭിച്ചിരുന്ന സ്നേഹത്തിൽ നിന്ന് തന്നെയാണ് ആർക്ക് കൊടുത്തിട്ടുള്ളത്? ഭാര്യക്ക് കൊടുത്തിട്ടുള്ളത്. സ്നേഹം, ഓൻ്റെ അടുത്തുള്ള സ്നേഹം വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇത് ഉമ്മാക്ക് മനസ്സിലാക്കാൻ പറ്റണം, എന്നാ പ്രശ്നം തീർന്നു. ഇത് ഉമ്മാക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റണം, എന്നാ പ്രശ്നം തീർന്നു. ഭാര്യ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉമ്മാക്ക് സ്നേഹം നഷ്ടപ്പെടുന്നു എന്ന തോന്നലിൽ നിന്നാണ് അമ്മായിമ്മ പ്രശ്നം ഉണ്ടാകുന്നത്. അതിനെന്താ വേണ്ടത്? അതിലൊരു ഐഡിയ ഉണ്ട്. അതിനെന്താ വേണ്ടത്? അമ്മായിമ്മക്ക് സ്നേഹം കിട്ടുന്നുണ്ട് എന്ന് വരുത്തി തീർത്താൽ മതി. വൈകുന്നേരം വന്നിട്ട് കുപ്പായം കഴിച്ചിരുന്ന സമയത്ത് പോക്കറ്റിൽ നോക്കിയിട്ട് 250 ഉറുപ്പ്യ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അടുക്കളയിൽ ചെന്നിട്ട് അമ്മായിമ്മയോട് പറയും, അമ്മ എനിക്ക് ഒരു നീലമാക്സ് വേണം, നിങ്ങൾ പറഞ്ഞാലേ മൂപ്പര് കൊണ്ടുവരുള്ളൂ, നിങ്ങളൊന്ന് പറയുണ്ടോ എന്ന് പറയാം. രാവിലെ മൂപ്പര് ഓട്ടും ചൂട്ടൊക്കെ ഇട്ട് ഉപ്പായൊക്കെ ഇട്ടാണ്ട് പോണ സമയത്ത് ഉമ്മ പറയും, എടാ ഓക്കൊരു മാക്സി വേണത്രേ, ഇജ്ജ് കൊടുന്നെടുത്തോണ്ടെന്ന് വൈകുന്നേരം വരുമ്പോൾ കൊണ്ടുകൊണ്ടിട്ടോ എന്ന് പറയും. മൂപ്പര് പോയി വൈകുന്നേരം വരുമ്പോൾ ഒരു മാക്സി ആയിട്ട് വന്നാൽ ഇമ്മാക്ക് സ്നേഹമായി, ഓൾക്ക് മാക്സിയായി. സംഗതി നടന്നു. ഇത്രേ ഉള്ളു പണി. പിന്നെ അതൊക്കെ ചെയ്തിട്ട് വേണമല്ലോ എന്ന് ആലോചിക്കുകയാണെങ്കിലോ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. എൻ്റെ ഭർത്താവിൻ്റെ സ്വർഗം കിടക്കുന്നത് അമ്മായിമാൻ്റെ കാലിൻ്റെ ചോട്ടിലാണ് എന്ന് മാത്രം ആലോചിച്ചാൽ മതി. വേറുള്ളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നിന്റെ ഭർത്താവിൻ്റെ സ്വർഗം കിടക്കുന്നത് അമ്മായിമാൻ്റെ കാലിൻ്റെ ചോട്ടിലാണ്, വേറെ എവിടെയല്ല. അവിടെ തന്നെ അത് കിട്ടുള്ളൂ. കാലിൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞാൽ തട്ടിപ്പറിച്ചായിരുന്നു. കയ്യിൽ നിന്ന് ചാടിപ്പോണ സാധനമാണ് കാലുകൊണ്ട് ചവിട്ടി പിടിച്ച എന്ന് പറഞ്ഞാൽ കിട്ടൂല. കിട്ടണമെങ്കിൽ എന്ത് വേണം? ഒന്നുകിൽ അവിടെ ഇരുന്നിട്ട് എടുക്കണം, അല്ലെങ്കിൽ കുമ്പിട്ടൊന്ന് എടുക്കണം, അല്ലാതെ കിട്ടൂല. കാരണം അത് കാലിൻ്റെ ഒട്ടാണ്. അപ്പൊ കിട്ടണമെങ്കിൽ നല്ല പണിയുണ്ട്, അത് എടുത്തേ പറ്റും. അത് എടുത്തു കൊടുത്താൽ മാത്രമേ ഭർത്താവ് സ്വർഗത്തിൽ പോവുള്ളൂ, അപ്പോഴേ നീയും സ്വർഗത്തിൽ പോവുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ ആ പ്രശ്നം തീർന്നു. അത്രയേ ഉള്ളൂ ആ കാര്യം. അമ്മായിമാരും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ടുള്ളത് ഇമ്മാനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കാനല്ല, ഓളടുത്ത് കടന്നുറങ്ങാൻ തന്നെയാണ്. പഴയ കാലത്ത് ഇപ്പോഴൊന്നും ഇല്ല കേട്ടോ, പഴയ കാലത്തൊക്കെ അമ്മായിമാര് കാണുന്ന രൂപത്തില് രാവിലെ കുളിച്ചിട്ട് തോർത്തുണ്ട് തോരട്ടാല് തൊലാക്കല്ലിന്ന് തരേ. അത് വലിയ സബുൽ മുബിക്കാത്താണ്. രാവിലെ കുളിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ സബുൽ മുബിക്കാത്താണ്.
തോർത്തുണ്ടും കൂടിയും തോരട്ടാ പിന്നെ പറയും വേണ്ട, ഇനി കുളിച്ചാൽ തന്നെ തോർത്തുണ്ട് എവിടെയെങ്കിലും ചുരുട്ടി വെക്കണം, എന്നിട്ട് ഉച്ചക്ക് തിരുമ്പണേൻ്റെ കൂട്ടത്തിൽ തിരുമ്പിയിട്ടേ തോരടാൻ പാടുള്ളൂ എന്നാണ് പഴയ നിയമം. ആയാതി നിയമമൊക്കെ അൽഹംദുലില്ലാ മാറിയിട്ടുണ്ട്. അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എല്ലാ നിയമവും മാറേണ്ടതും അല്ല കേട്ടോ. കുറച്ച് നിയമങ്ങളൊക്കെ ആവശ്യമുള്ളത് തന്നെയാണ്. പേടിയും ബഹുമാനമൊക്കെ ആവശ്യം തന്നെയാണ്. അല്ല, അതൊക്കെ ആവശ്യമുള്ള സംഗതി തന്നെയാണ്. എല്ലാ നിയമവും മാറേണ്ടതല്ല, എന്നാൽ ചിലതൊക്കെ മാറേണ്ടതുണ്ട്. തല്ലാര് പറഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട്. അധികം കാര്യങ്ങളേ ഉള്ളൂ, കുറച്ചേ കാര്യമല്ലാത്തതേ ഉള്ളൂ. അംഗീകരിക്കാൻ നമുക്ക് പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഒരു ഹദീസ് വളരെ പ്രധാനമാണ്. മൻ ഫളല സൗജതുഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. ഒരാൾ തൻ്റെ ഭാര്യയ്ക്ക് ഉമ്മയേക്കാൾ പ്രാധാന്യം കൊടുത്താൽ, മൻ ഫളല സൗജതുഹു അലാ ഉമ്മിഹി, ഞാൻ പറഞ്ഞതല്ല, മുത്തുനബി പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ തൻ്റെ ഭാര്യയ്ക്ക് ഉമ്മയേക്കാൾ പ്രാധാന്യം കൊടുത്താൽ അപ്പോൾ അലൈഹി അവൻ്റെ മേൽ നിർബന്ധമായും ഉണ്ടായിരിക്കും. അല എന്ന വാക്ക് നിർബന്ധത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അലൈഹി അപ്പോൾ നിർബന്ധമായും അവൻ്റെ മേൽ ഉണ്ടായിരിക്കും. ലഅനത്തുല്ലാഹ് അള്ളാന്റെ ശാപം, വൽ മലായികതി മലക്കുകളുടെ ശാപം, വന്നാസി അജ്മഈൻ എല്ലാ മനുഷ്യരുടെയും ശാപം അവനുണ്ടായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നോർക്കുക. അപ്പോൾ അതുകൊണ്ട് നല്ല പെരുമാറ്റം അതെല്ലാവരോടും, അത് വളരെ പ്രധാനപ്പെട്ട. എനിക്ക് മാറാനേ കഴിയുള്ളൂ, വേറൊരാളെ മാറ്റാൻ കഴിയില്ല. ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ. എനിക്ക് എങ്ങനെയാവാം, വേറൊരാളാക്കാൻ കഴിയൂല. ഒരു പൈക്കുടിനെ കൊടുന്നിട്ട് ഒരു ചമ്പട്ടിയിൽ പുണ്ണാക്കും ഓക്കപ്പൊടിയും കഞ്ഞിവെള്ളമൊക്കെ കൂടിയും കലക്കിയിട്ട് ആ പൈക്കുട്ടിയുടെ തല അയക്ക് പിടിച്ച് താത്തി കൊടുക്കാനേ പറ്റുള്ളൂ. വലിക്കണമെങ്കിൽ പൈക്കുട്ടി തന്നെ വിചാരിക്കണം, അല്ലാതെ ഉള്ളിക്ക് മോട്ടർ വെക്കാനൊന്നും കഴിയൂല. മാറണമെങ്കിൽ അവനാൻ തന്നെ വിചാരിക്കണം. അമ്മായിമാനെ എനിക്ക് മാറ്റാൻ കഴിയൂല, അമ്മോശനെ മാറ്റാൻ കഴിയൂല, വാപ്പാനെ മാറ്റാൻ കഴിയൂല, ഉമ്മാനെ മാറ്റാൻ കഴിയൂല, ഭാര്യനെ മാറ്റാൻ കഴിയൂല, ഭർത്താവിനെ മാറ്റാൻ കഴിയൂല. എനിക്ക് മാറാനേ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ ഇരിക്കുന്ന ഓരോരുത്തരും മാറാൻ തയ്യാറാവുക, മാറ്റാൻ തയ്യാറാവണ്ട. അത് നടക്കാത്ത കേസാണ്. വേറൊരാളെ മാറ്റൽ നടക്കൂല എന്ന് ഞമ്മക്ക് മാറലേ നടക്കുള്ളൂ. മാറാൻ തയ്യാറുണ്ടോ, സംഗതി വളരെ ഉഷാറാവും. നമ്മളൊന്ന് മാറാൻ തയ്യാറാവുക, നമ്മളൊന്ന് ഉഷാറാവാൻ തയ്യാറാവുക. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ആരെക്കൊണ്ട് വന്നതല്ല, നമ്മളെ കൊണ്ട് തന്നെ വന്നതാണ്. അള്ളാഹുവിലേക്ക് വരെ ചേർക്കാൻ പാടില്ല എന്നാണ് മോശപ്പെട്ടതിനെ. അള്ളാഹുവേ റോഡിൽ ചതച്ചരച്ച് മരിപ്പിക്കല്ല റബ്ബേന്ന് തുറക്കാൻ പാടില്ല എന്നാണ്. തുറക്കാൻ പാടില്ല. കാരണം എന്താ? പിന്നെ എങ്ങനെ തുറക്കണ്ടേ? റോഡിൽ ചതഞ്ഞരഞ്ഞ് മരിക്കുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാന്നാ തുറക്കണ്ടേ. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മോശത്തെ അള്ളാഹുവിലേക്ക് ചേർക്കാൻ പാടില്ല, നന്മയെ മാത്രമാണ് അള്ളാഹുവിലേക്ക് ചേർക്കേണ്ടത്. ഇത് എല്ലായിടത്തുള്ള നിയമമാണ്. മോശം നമ്മളത്, നന്മ വേറുള്ളവരത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അത് എൻ്റെ കുഴപ്പമാണ്, ഞാൻ ഒന്നുകൂടി ഉഷാറാവുകയാണെങ്കിൽ അങ്ങനെ വരുമായിരുന്നില്ല. ശൈത്താൻ്റെ ഏറ്റവും വലിയൊരു പണിയാണ് എന്ത്? ഇജ്ജ് മാത്രമേ നല്ലവനുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണ്. ശൈത്താൻ്റെ വലിയൊരു പണിയാണ് എന്ത്? നമ്മളെ വലിയ സംഭവമാക്കി തരും. ഓ സാലിം പൈസ ഒല്ലോ അയാൾ ഭയങ്കര സംഭവം, നമ്മളെ ഭയങ്കര സംഭവമാക്കും. വേറുള്ളവരൊക്കെ അപ്പം എന്തായി? മോശക്കാരായി. ഞാൻ മാത്രമേ മോശമുള്ളൂ, എല്ലാവരും നല്ലവരാ. വാപ്പ നല്ലതാണ്, ഉമ്മ നല്ലതാണ്, ഭാര്യ നല്ലതാ, ഭർത്താവ് നല്ലതാ, കുട്ടികൾ നല്ലതാ, എല്ലാവരും നല്ലതാ. കേടുന്നപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു വാപ്പാനെ കണ്ടാൽ കുട്ടി നീച്ചിക്കണില്ല, എന്തേ കാര്യം? കുട്ടിയുടെ കുഴപ്പമല്ല, എഴുന്നേറ്റു നിൽക്കാൻ ആവശ്യമായ സംഗതികൾ വാപ്പാൻ്റെ അടുത്ത് ഇല്ലാത്തതാണ് പ്രശ്നം. ഒരു ഉസ്താദിനെ കണ്ടാൽ കുട്ടി നീച്ചിക്കണില്ല, എന്താ കാര്യം? ബഹുമാനിക്കപ്പെടാൻ ഉസ്താദിന് യോഗ്യതയില്ല. ഒരു മാഷെ കണ്ടാൽ കുട്ടി നീച്ചിക്കണില്ല, എന്താ കാര്യം? ബഹുമാനിക്കപ്പെടാൻ മാഷ്ക്ക് യോഗ്യതയില്ല, ടീച്ചർക്ക് യോഗ്യതയില്ല. അവനാൻ്റെ യോഗ്യതയാണ് പ്രശ്നം എന്നല്ല, വേറുള്ളവരുടെ യോഗ്യതയല്ല. സ്വന്തം യോഗ്യതയുണ്ടെങ്കിൽ, പഴയ കാലത്ത് പള്ളിക്ക് വാങ്ങിക്കൊടുക്കണം മൊല്ലാക്ക് അങ്ങനെ വരുന്ന കണ്ടാൽ പിഴക്കൊലയുമെന്ന് അറിയാതെ അങ്ങനെ അങ്ങോട്ട് പൊന്തുമായിരുന്നു. എന്തേ? മൊല്ലാക്കാക്ക് ബഹുമാനിക്കപ്പെടാനുള്ള യോഗ്യതയുണ്ടായിരുന്നു എന്നതാണ് കാരണം. അപ്പോൾ അവനാൻ്റെ യോഗ്യതയാണ് പ്രശ്നം. ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന് യോഗ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ട് മഹാനവറുകൾക്ക് തൻ്റെ മകനെ ഉപദേശിക്കാൻ പറ്റി.
ഓരോരുത്തരും അവനവൻ്റെ യോഗ്യതയെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. അപ്പോൾ എനിക്ക് ഇനിയും യോഗ്യത നേടാൻ പറ്റും, വേറൊരാളെ നന്നാക്കാൻ എനിക്ക് കഴിയൂല, എനിക്ക് നന്നാവാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഓരോരുത്തരും ഞാൻ ഇനിയും മാറൽ ആവശ്യമാണ്, അതെങ്ങനെ വേണ്ടതെന്ന് ചിന്തിക്കണം. അപ്പോഴാണ് സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകുക. അപ്പോൾ ആകർഷിക്കപ്പെടും. ഓരോരുത്തരും അവനാനെ പറ്റി തന്നെ ആലോചിക്കണം. മറ്റോൻ്റെ ഉമ്മാൻ്റെ സ്വഭാവം നന്നായാൽ, വാപ്പാൻ്റെ സ്വഭാവം നന്നായാൽ, ഭാര്യൻ്റെ സ്വഭാവം നന്നായാൽ, ഭർത്താവിൻ്റെ സ്വഭാവം നന്നായാൽ എന്നാലോചിക്കരുത്. ഇൻ്റെ സ്വഭാവം നന്നായാൽ എന്നെ ആരും ഒഴിഞ്ഞു പോകൂല എന്ന് നമുക്ക് എപ്പോൾ ആലോചിക്കാൻ പറ്റുമോ അപ്പോൾ വിജയമാണ്. മറ്റോണ്ടൊരു കാര്യമില്ല. ഒരാൾ വന്നിട്ട് നബിനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, എൻ്റെ വാപ്പ എൻ്റെ സ്വത്ത് മുഴുവൻ പിടിച്ചടക്കിയിരിക്കുന്നു നബിയേ. എൻ്റെ വാപ്പ എൻ്റെ സ്വത്ത് മുഴുവൻ പിടിച്ചടക്കിയാണ് നബിയെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അൻത വമാലുക ലിഅബീക്, നീയും നിന്റെ മുതലും നിന്റെ വാപ്പാൻ്റെ തന്നെയാണ്. ഇജ്ജന്നെ എൻ്റെ വാപ്പാൻ്റെ എന്നിട്ടല്ലേ മുതല് എന്ന് ചോദിച്ചു. അൻത വമാലുക ലിഅബീക്, നീയും നിന്റെ മുതലും നിന്റെ വാപ്പാക്കുള്ളതാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ അങ്ങനെ ചെയ്തിട്ടല്ലേ എന്ന് ചോദിച്ചാൽ ഉമ്മ അങ്ങനെ ചെയ്യും എന്നതുകൊണ്ടാണല്ലോ വലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമാ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെയാണ് എന്ന് പറയരുത് എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടല്ലേ എന്നത് ന്യായമല്ല. 100 കഷ്ണാക്കി മുറിച്ചാലും ഉമ്മ തന്നെയാണ്, വാപ്പ വാപ്പന്നെയാണ്. അതിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല. അതിൽ മാറുമെന്ന് കരുതിയിട്ട് ഇസ്ലാമിയത്തിലോട് നിൽക്കും വേണ്ട, അതിലൊരു മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ഉള്ളമാതിരി നിലനിന്ന് മരിക്കോളം എനിക്ക് പോകാൻ പറ്റുമോ? സ്വർഗത്തിലെ നടുക്കത്തെ വാതിൽ വാപ്പാന്റെ വാതിലാണ്, അയിക്കൂടെ കയറാൻ പറ്റും. സ്വർഗത്തിലെ നടുക്കത്തെ വാതിൽ വാപ്പാന്റെ വാതിലാ. മുത്തുനബി പറഞ്ഞതാണ്, അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന, വാപ്പ സ്വർഗത്തിന്റെ നടുക്കത്തെ വാതിലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു വാക്ക് ഇതാണ്, എല്ലാ ഭാര്യമാരും മനസ്സിലാക്കണം, നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്വർഗം കിടക്കുന്നത് അമ്മായിമാൻ്റെ കാലിൻ്റെ ചോട്ടിലാണ് എന്ന് മനസ്സിലായാൽ പ്രശ്നം തീർന്നു. അമ്മായിമാര് മനസ്സിലാക്കണം, മോനുണ്ടായിരുന്ന സ്നേഹത്തെ വീതിച്ചു കൊണ്ട് തന്നെയാണ് ഭാര്യ കൊടുത്തിട്ടുള്ളത്. ഇനി മക്കളുണ്ടാവുമ്പോൾ അത് വീതിച്ച് തന്നെയാണ് പിന്നെയും മക്കൾ കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. കല്യാണം കഴിച്ചു കൊടുത്തിട്ടുള്ളത് എപ്പോഴും ഉമ്മാൻ്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടല്ല, ഭാര്യയോടെ അടുത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്ന് ഉമ്മാരും മനസ്സിലാക്കിയാൽ ആ പ്രശ്നം തീർന്നു. നാത്തൂൻ പ്രശ്നം എന്ന് പറഞ്ഞത് പിന്നെ അമ്മായിമ്മ പ്രശ്നത്തിൻ്റെ താപിയാണ്. അമ്മായിമ്മ പ്രശ്നം ഇല്ലെങ്കിൽ നാത്തൂൻ പ്രശ്നം ഉണ്ടാവില്ല. അമ്മായിമ്മ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് പ്രശ്നമുള്ളൂ? നാത്തൂൻ പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അമ്മായിമ്മ പ്രശ്നത്തിന്റെ താപിയായി വരുന്ന, അതിനെ തുടർന്ന് വരുന്ന പ്രശ്നം മാത്രമാണ് നാത്തൂൻ പ്രശ്നം. അമ്മായിമ്മ പ്രശ്നമാണ് പോയാൽ നാത്തൂൻ പ്രശ്നം അതിൻ്റെ ഒപ്പം പോയേ പറ്റൂ, എന്തായാലും പോയിരിക്കും. അതുകൊണ്ട് അമ്മായിമ്മ പ്രശ്നമാണ് ഇല്ല നോക്കേണ്ടത്, അതിന് രണ്ടുപേരും ശ്രദ്ധിക്കണം. അപ്പോഴാണ് കുടുംബം ഒരു രസമുള്ള സംഗതിയാണ്. കുടുംബ ബന്ധം നേരെയാണോ നോക്കാൻ വേണ്ടി അള്ളാഹു നിരീക്ഷകനെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വത്തഖുല്ലാഹല്ലദീ തസആലൂന ബിഹി വല്ലർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ആ അള്ളാഹുവിനെ